ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ബൈരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇവൻ്റ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് മെയ് 18 6 മണിക്കാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ നാളെ 6 മണിക്ക്. പിന്നെ തഗ് ലൈഫ്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മദ്രാസ് മാറ്റിനി എന്ന് പറഞ്ഞ പടത്തിലത്തെ വടിവേലു പാടുന്ന പാട്ട് എന്നട പൊലപ്പ് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൻ്റെ പ്രൊമോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ലാലേട്ടത്തി 2.0 എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറക്കി. പിന്നെ എയ്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്, കണ്ടവർ കണ്ടോക്കാം. പിന്നെ വെമ്പ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ജനക്ക് ജിഹ്ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കുബേര എന്ന പടത്തിൻ്റെ തമിഴ്നാട് തിയേറ്ററിൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് റോമിയോ പിക്ചേഴ്സ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. റോമിയോ പിക്ചേഴ്സ് ഇപ്പോൾ കുറേ പടത്തിൻ്റെ ഒക്കെ റൈറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അസാദി എന്ന് പറഞ്ഞ പടത്തിൻ്റെ പുതിയൊരു പോസ്റ്റർ ഉണ്ട്, മെയ് 23 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ VVAN എന്ന് പറഞ്ഞിട്ടുള്ള പടം മെയ് 15 2026 പുറത്തിറങ്ങുന്ന ഒഫീഷ്യലി കൺഫേം ചെയ്തു. പിന്നെ റെയ്ഡ് 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ എത്ര ദിവസത്തെ കളക്ഷൻ 140.22 കോടി എന്നുള്ള അറിയിച്ചു. പിന്നെ മൂക്കുത്തി അമ്മൻ 2 എന്ന് പറഞ്ഞ പടത്തിൽ നയൻതാര ഒരേ സമയം പോലീസ് ഓഫീസറായിട്ടും അതേമാതിരി തന്നെ ഈ ദൈവം രീതിയിലുള്ള ഒരാളായിട്ട് ഗോഡസ് എന്നുള്ള രീതിയിലായിട്ടും അഭിനയിക്കുന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ അജികുമാറിൻ്റെ അടുത്ത പടം നവംബറിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട് ഷൂട്ട്. പിന്നെ അതേമാതിരി 2026 മെയ്യോടെ കൂടിയിട്ട് അതിൻ്റെ റിലീസും വരും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഏതാ പടം എന്നുള്ളതെന്ന് അറിയില്ല, എന്തായാലും കണ്ടോക്കാം ഏതാവും എന്നുള്ളത്. പിന്നെ തുടരുന്ന പറഞ്ഞ പടം 22 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 105 കോടിയാണ് നേടിയിട്ടുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതേമാതിരി വേൾഡ് വൈഡ് ആയിട്ട് 216 കോടി കടന്നിട്ടുണ്ട്. പിന്നെ അഭിലാഷം എന്ന് പറഞ്ഞൊരു പടം പുറത്തിറങ്ങിയിരുന്നു, എമ്പുരാൻ്റെ കൂടെ ഇറങ്ങിയ പടമാണ്. എമ്പുരാൻ്റെ കൂടെ വെച്ചാൽ ഒരു ദിവസം ഗ്യാപ്പിൽ അതോ അതേ ദിവസമാണോ അങ്ങനെ ഇറങ്ങിയ പടമാണ്. എന്തായാലും ആ പടം ആമസോൺ പ്രൈമിലൂടെ മെയ് 23 കോടി റിലീസ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് വീണ്ടും മാറ്റുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂണിലേക്ക്. എന്തായാലും ഇപ്പോൾ ജൂണിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജൂൺ 12 പുതിയ റിലീസ് ഡേറ്റ് ആയിട്ട് അവർ അറിയിച്ചിട്ടുള്ളത്. ഒഫീഷ്യൽ പോസ്റ്റർ എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ദുൽഖർ സൽമാൻ്റെ ആയം ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള പടം മലയാളത്തിൽ ഇനി ദുൽഖറിൻ്റെ വരാൻ പോണ പടമാണ്. അവിടത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പടത്തിൽ സ്പോർട്സ് കൊറിയോഗ്രാഫി കൈകാര്യം ചെയ്യുന്ന റോബ് മില്ലർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. ഏകദേശം കൺഫേം ആയത് തന്നെയാണ്. എന്തായാലും റോബ് മില്ലർ എന്ന് പറഞ്ഞാൽ ഈ ചക്ക് ദ ഇന്ത്യ 83 മൈതാൻ ജേഴ്സി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒക്കെ സ്പോർട്സ് കൊറിയോഗ്രാഫി ചെയ്ത ആളാണ്. ഗംഭീര സംഭവങ്ങൾ തന്നെയായിരുന്നു അത്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ NTRഉം ഹൃതിക് റോഷനും അഭിനയിക്കുന്ന പടമാണ് വാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടത്തിൻ്റെ ഒരു ടീസർ അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു സംഭവം വരാൻ പോകുകയാണ് ഈ മെയ് 20 എന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഹൃതിക് റോഷൻ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു, അതിലൂടെ അറിയാൻ സാധിച്ചാണ് വരുന്നുണ്ടെന്നുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. മെയ് 20 എന്ന് പറയുമ്പോൾ അത്ര ദിവസമൊന്നുമില്ല, 3 ദിവസമായിട്ടുള്ളൂ. പിന്നെ ഷാരൂഖ് ഖാൻ്റെ ഇനി അടുത്ത് ആയിട്ട് വരാൻ പോണ പടമാണ് കിങ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഷാരൂഖ് ഖാൻ്റെ അടുത്തൊരു ഡോൺ ക്യാരക്ടറായിട്ട് വരുന്ന പടമാണ്. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. ഈ പടത്തിൽ റാണി മുഖർജി ഉണ്ടാവും നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും 20 വർഷത്തിന് ശേഷം ഷാരൂഖ് ഖാനായിട്ട് വീണ്ടും ഒന്നിക്കുകയാണ് റാണി മുഖർജി. അതേമാതിരി പടത്തിൻ്റെ ഷൂട്ടിംഗ് ഈ മെയ് 20 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗംഭീരമായി വരട്ടെ പടം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.